സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്തുകൾ പറഞ്ഞോ? അതിൻ്റെ ആ ആയത്തുകൾ മുഴുവൻ അർത്ഥം പറഞ്ഞിരുന്നോ? സൂറത്തുൽ മുഅ്മിനൂനിലെ 55 മുതൽ 63 വരെയുള്ള ആയത്തുകൾ അത് അർത്ഥം പറഞ്ഞിരുന്നോ? അർത്ഥം പറഞ്ഞിട്ടില്ല. അപ്പോൾ ആയത്തൊന്ന് ഓതട്ടെ എല്ലാവരും, മറക്കി. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ. സൂറത്തുൽ മുഅ്മിനൂനിലെ 55 മുതൽ 63 വരെയുള്ള ആയത്ത്. 55 മുതൽ കണ്ടോ? സൂറത്തുൽ മുഅ്മിനൂൻ 23-ാമത്തെ സൂറത്ത്. ഓതിക്കോളി, എല്ലാവരും ഓതിക്കോളി. ربهم مشفقون والذين هم بآيات ربهم يؤمنون والذين هم بربهم لا يشركون والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون ولا نكلف نفسا إلا وسعها ولدينا كتاب ينطق بالحق وهم لا يظلمون بل قلوبهم في غمرة من هذا ولهم أعمال من دون ذلك هم لها عاملون. ഈ ആയത്തിൽ അള്ളാഹു പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം എല്ലാവരും കേട്ടോ. ഇതിൻ്റെ ആദ്യ അവസാനം നോക്കണം. അയഹ്സബൂന ആയത്തിൽ കൈവച്ചോളി. 55. അയഹ്സബൂന, അവർ വിചാരിക്കുകയാണോ? ഒരു ചോദ്യമാണ്. നമ്മുടെയൊക്കെ ഒരു ധാരണ, നമ്മളൊക്കെ ഒരു വിചാരമുണ്ട്. ആ വിചാരം അള്ളാഹ് ചോദിക്കുകയാണ്. അവർ വിചാരിക്കുകയാണോ? അന്നമാനുമിദ്ദുഹും, തീർച്ചയായും നാം അവർക്ക് ധാരാളമായി നൽകി, നീട്ടിക്കൊടുത്തു. നുമിദ്ദുഹും ബിഹി മിം മാലിം വ ബനിൻ, കുറേ മുതലും കുറേ മക്കളെയൊക്കെ കൊടുത്തു. അവർക്ക് നാം മക്കളെ കൊടുത്തതും മുതൽ കൊടുത്തതും നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്, അവർക്ക് കുറേ ഖൈറാത്തുകൾ, കുറേ ഖൈറുകൾ നൽകാൻ നാം ധൃതി കാണിച്ചതാണ് എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? അതായത്
അള്ളാഹു നമുക്ക് കുറേ ഹൈറ് തരാൻ വേണ്ടിയിട്ട് ആണ്. അതിനെന്തോ അള്ളാഹ്ക്ക് വലിയ ഒരു വല്ലാത്തൊരു ധൃതി ഉണ്ട്. അപ്പം നമ്മൾക്ക് അങ്ങനെ കുറേ ഹൈറ് തന്നതാണ് ഈ മുതലും ഈ മക്കളും എന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ? ബൽ എന്നാൽ ലാ യഷ്ഉറൂൻ, അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഈ ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം അടുത്ത 1, 2, 3, 4 ആയത്തുകളിൽ അള്ളാഹു 4 കാര്യം പറയാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ 4 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്ന കാര്യം വായിക്കേ. വായിക്കേ. ഉലായിക്ക യുസാരിഊന ഫിൽ, അക്കൂട്ടരാണ് ഖൈറാത്തുകളിൽ നന്മകളിൽ മത്സരിക്കുന്നവർ. വഹും ലഹാ സാബിക്കുൻ, അവരാണ് അതിൽ മുൻകടക്കുന്നവർ. ആര്? ശരിക്കും കാര്യം ശ്രദ്ധിക്കണേ. അതായത് ഈ ദുനിയാവിൽ നമുക്ക് കുറേ സൗകര്യങ്ങളും കുറേ നേട്ടങ്ങളും കുറേ പിന്നെ മക്കളും കുറേ സ്വത്തുമൊക്കെ പടച്ചോൻ തന്നത് നമുക്ക് കുറേ ഹൈറ് തന്നതാണ് നിങ്ങൾ വിചാരിക്കണ്ടോന്ന്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ആർക്കാണ് അള്ളാഹു ഹൈറ് കൊടുക്കുക? ഈ 4 വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് അള്ളാഹ് ഹൈറ് കൊടുക്കുക. ഈ 4 വിഭാഗത്തിൽപ്പെടാത്ത ആൾക്കാർ, അവർക്ക് കുറേ മുതലും മക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പടച്ചോൻ കുറേ ഹൈറ് തന്നതാന്ന് വിചാരിക്കണ്ടാന്ന്. മനസ്സിലായ? എന്താണ് ആ 4 ഗുണങ്ങൾ? അള്ളാഹു ആദ്യം ചോദിക്കുന്നത് അയസ്സബൂന അന്നമാൻ ഉമിദ്ദുഹും ബിഹിമി മാലി വ ബനീന്നാണ്. നിങ്ങൾ അങ്ങനെ ഒരു വിചാരം നിങ്ങൾക്ക് ഉണ്ടോയെന്ന്. കുറേ മുതലും കുറേ മക്കളൊക്കെ തന്നത് പടച്ചോ നിങ്ങൾക്ക് കുറേ ഖൈറുകൾ നൽകാൻ അള്ളാഹ് ധൃതി കാണിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ? എന്നാൽ ഖൈറുകളിൽ മത്സരിക്കുന്നവരും ഖൈറുകൾ ധാരാളമായി നേടുന്നവരും ആരാണ്? ഒന്ന് ആരാണ്? 57-ാമത്തെ ആയത്ത്. ഇന്നല്ലദീന, ഒരു കൂട്ടരാണ്. ഹും അവർ മിൻ ഖശിയത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ, അവർ ഈ ദുനിയാവിൽ മുഷ്ഫിഖീങ്ങളായി ജീവിച്ചവരാണ്. എങ്ങനെ ജീവിച്ചവരാണ്? അവരുടെ റബ്ബിനെ കുറിച്ചുള്ള ഭയത്താൽ മുഷ്ഫിഖീങ്ങളായിരുന്നു. എന്താ മുഷ്ഫിഖ് പറഞ്ഞാൽ? നടുങ്ങുന്നവർ. അള്ളാഹിനെ കുറിച്ചുള്ള ഭയത്താൽ നടുക്കം അനുഭവപ്പെടുന്നവരാണ്. ഒന്ന്. അങ്ങനെ ഒരവസ്ഥ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവന് കിട്ടിയതൊക്കെ ഹൈറാ. അവൻ്റെ മക്കളും ഹൈറാണ്, അവൻ്റെ മുതലും ഹൈറാണ്, ഒക്കെ ഹൈറാ. റബ്ബിനെക്കുറിച്ചുള്ള ഭയത്താൽ ഒരു നടുക്കമുള്ളവരാണ് എന്നാണ്. എന്താണ് ഈ ആയത്തിൻ്റെ വിശദീകരണം എന്നറിയോ? സൂറത്ത് തൂറിലെ ഒരു ആയത്ത് പറഞ്ഞിരുന്നു, എഴുതിയിട്ടുണ്ടോ? ഈ മുഷ്ഫിഖ് എന്നുള്ള വാക്കുകൾ കേട്ടണോ? ശ്രദ്ധിക്കണം. മുഅ്മിന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? മുസ്ലിം എന്ന് കേട്ടിട്ടുണ്ട്, മുഅ്മിന്ന് കേട്ടിട്ടുണ്ട്, മുത്തഖീന്ന് കേട്ടിട്ടുണ്ട്, ഒക്കെ കേട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വിശേഷണമാണെന്ത്? മുഷ്ഫിഖ്. ഇനി ഇതിൻ്റെ ഒരു ഗൗരവം ഞാൻ പറയാം. നാളെ പരലോകത്ത്, ശ്രദ്ധിച്ച് കേൾക്കണേ, പരലോകത്ത് സ്വർഗത്തിലെത്തിയതിനു ശേഷം, സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. സ്വർഗത്തിലെത്തിയ ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. സ്വർഗത്തിലെത്തിയ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്, പല സ്ഥലത്തുണ്ട് ഖുർആനിൽ. അതിൽ ഒരു സ്ഥലമാണ് സൂറത്ത് തൂറ്. ആ സൂറത്ത് തൂറിലെ ആയത്തുകൾ ഓതിയിട്ട് ആയിഷാ ബീവി കരഞ്ഞു, പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത്, ഈ ക്ലാസ്സിൽ പറഞ്ഞിരുന്നോ? ഈ ആയത്തിൻ്റെ വിഷയത്തിൽ പഠിക്കേണ്ടതാണ്. സൂറത്ത് തൂറിലെ ഒരായത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ നിസ്കാരത്തിൽ ഓതിയിട്ട്
അവർ കരഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയെപ്പറ്റി പറയാണ്, ശ്രദ്ധിക്കണേ, ആ പ്രാർത്ഥനയെപ്പറ്റി പറയാണ്, ഞങ്ങൾ ദുനിയാവിൽ വെച്ച് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ സ്വർഗത്തിലെത്തിയത് എന്ന്. എങ്ങനെ? ഞങ്ങൾക്ക് ആയത്ത് കാണിച്ചു തരാം. നമ്മൾ ഖുർആൻ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയും കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഖുർആൻ ക്ലാസ്സിൽ വന്നത്? എന്തിനാണ് 5 നേരം നിസ്കരിക്കണത്? എന്തിനാണ് ഇങ്ങനെയൊക്കെ ഹജ്ജിനും ഉംറക്കൊക്കെ പോണത്? എന്തിനാണ് ഇതൊക്കെ ചെയ്യണത്? എന്തിനാ? ലക്ഷ്യം എന്താ? സ്വർഗാണ്. സ്വർഗത്തിലെത്തിയ ആൾക്കാർ പറയാണ്, ശ്രദ്ധിക്കണം, സ്വർഗത്തിലെത്തിയ ആൾക്കാർ പറയാണ്, എന്താ പറയണത്? ഞങ്ങൾ മരിക്കുന്നതിൻ്റെ മുമ്പ് ദുനിയാവിൽ വെച്ച് ഞങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ സ്വർഗം കിട്ടിയത് എന്ന്. എന്താണ് ആ പ്രാർത്ഥന? ആയിഷ ബീവി പ്രാർത്ഥിച്ച പ്രാർത്ഥന. ആ പ്രാർത്ഥന ഞാൻ പറയാം. ആ പ്രാർത്ഥന പറയുമ്പോൾ നിങ്ങൾ കേൾക്കേണ്ട. ഇന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പഠിക്കും, അറിയില്ലെങ്കിൽ പഠിക്കും. പക്ഷെ നമ്മൾ ഇത് പഠിക്കുന്നതിന് മുമ്പാണ് മരിച്ചു പോകുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? ഇത് ഖുർആനിലെ പ്രാർത്ഥനയാണ്. ആയിഷ ബീവി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ദുനിയാവിൽ വെച്ച് എന്ന് സ്വർഗത്തിൽ വെച്ച് സ്വർഗക്കാർ പറയാണ്. നിങ്ങൾക്ക് വിഷയം മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലാകുന്നുണ്ടോ? എന്താണ്? സൂറത്ത് തൂറിൽ ശ്രദ്ധിക്കേ. സൂറത്ത് നമുക്ക് മറിക്കാം, ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുമ്പൊന്ന് കേൾക്കേ. സ്വർഗത്തിലെത്തിയ ആളുകളുടെ അവസ്ഥ അല്ലാഹ് പറഞ്ഞു തരികയാണ്. ഇപ്പൊ സ്വർഗത്തിൽ ആൾക്കാരുണ്ടോ? ആ, ബർസഖിലാണ് ഇപ്പോൾ ഉള്ളത് മരിച്ചോലൊക്കെ. സ്വർഗത്തിൻ്റെ കവാടം തുറക്കാൻ പോണേ ഉള്ളൂ. മനസ്സിലായില്ലേ? സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക ബർസഖിലുണ്ട്. സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കുകയാണ് ബർസഖിൽ. സ്വർഗത്തിൻ്റെ കവാടം തുറക്കേയുള്ളൂ. സൂറത്ത് സുമറിൻ്റെ അവസാന ഭാഗത്തുള്ള പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ സൂറത്ത് തൂറിൽ പറഞ്ഞത്? സ്വർഗത്തിലേക്ക് ആളുകൾ എത്തിയതിന് ശേഷമുള്ള അവസ്ഥ ഇപ്പം തന്നെ ആര് പറഞ്ഞു തരികയാണ്? അള്ളാഹു പറഞ്ഞു. ഇത് ആരാ പഠിക്കണ്ടി? സ്വർഗം ചോദിക്കുന്ന, സ്വർഗം ആഗ്രഹിക്കുന്ന, സ്വർഗം കൊതിക്കുന്ന നമ്മളാണിത് പഠിക്കേണ്ടത്. ആ സ്വർഗത്തിലെത്തിയ ആളുകൾ പറയാണ്, ഞങ്ങൾ സ്വർഗത്തിലെത്താൻ കാരണം ദുനിയാവിൽ വെച്ച് മുമ്പ് ഞങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. ആ പ്രാർത്ഥനയാണ് കരഞ്ഞുകൊണ്ട് നിസ്കാരത്തിൽ ആര് പ്രാർത്ഥിക്കണത്? ആയിഷ റളിയല്ലാഹു അൻഹ പ്രാർത്ഥിക്കണത്. ആ പ്രാർത്ഥന മരിക്കണതിന് മുമ്പ് ഒരിക്കലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? എന്നാ സൂറത്ത് തൂറ് മറിക്കേ. 50 എത്രാമത്തെ സൂറത്താണ്? എത്രാമത്തെ സൂറത്താ? 52. ആ, മറിക്ക്. അതിലെ അവസാന ഭാഗം.
22 മുതലുള്ള ആയത്തുകൾ വായിക്കേ. ഓതിക്കോളി. 17-ാമത്തെ ആയത്ത് മുതൽ ഓതിക്കോളി. 17 മുതൽ. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഈം ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ മുത്തകിഈന അലാ സുറുരിൻ മസ്ഫൂഫة وزوجناهم بحور عين والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين وأمددناهم بفاكهة ولحم مما يشتهون يتنازعون فيها كأسا لا لغو فيها ولا تأثيم ويطوف عليهم غلمان لهم كأنهم لؤلؤ مكنون وأقبل بعضهم على بعض يتساءلون قالوا إنا كنا قبل في أهلنا مشفقين فمن الله علينا ووقانا عذاب السموم إنا كنا من قبل ندعوه إنه هو البر الرحيم. എന്തിനാണ് ഇപ്പോൾ ഈ ആയത്ത് കേൾപ്പിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് അല്ലാഹു തആല സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞത് 4 ഗുണങ്ങളുള്ള ആൾക്കാർക്കാണ്, ശ്രദ്ധിക്കണേ, 4 ഗുണങ്ങളുള്ള ആൾക്കാർക്കാണ് ധാരാളം ഹൈറുകൾ കിട്ടുകയെന്നാണ്. അല്ലേ? അല്ല ദുനിയാവിൽ കുറേ മക്കളും മുതലുള്ളത് ഹൈറാന്ന് വിചാരിക്കേണ്ട എന്നാണ്. അതിൽ ഒന്നാമത്തെ കാര്യം അവർ മുഷ്ഫിഖീങ്ങളായിരുന്നു എന്നതാണ്. എന്താണ്? മുഷ്ഫിഖീങ്ങളായിരുന്നു എന്നതാണ്. എന്താണ് ഈ മുഷ്ഫിഖ് എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ ആകേണ്ട സംഗതിയാണ്. ആ മുഷ്ഫിഖീങ്ങളായിരുന്നു എന്നത്, അങ്ങനെ മുഷ്ഫിഖീങ്ങളായാൽ അവർക്ക് ഒരുപാട് ഹൈർ കിട്ടിയതാണ്. അപ്പോൾ അല്ലാഹു തആല സ്വർഗത്തിലെത്തിയ ആൾക്കാർ പറയുന്നൊരു വർത്താനം സൂറത്ത് തൂറിൽ പറയാണ്, അവർ പരസ്പരം സ്വർഗത്തിലിരുന്ന് സംസാരിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ മുഷ്ഫിഖീങ്ങളായിരുന്നു ദുനിയാവിൽ നിന്ന്. മനസ്സിലായില്ലേ? സ്വർഗത്തിലിരിക്കുന്ന ആൾക്കാരെ പറയാം, നമ്മൾ സ്വർഗത്തിലെത്താൻ വേണ്ടി ആഗ്രഹിച്ച് അവിടെ ഇരുന്ന് ഇത് പറയണമെങ്കിൽ നമ്മൾ മുഷ്ഫിഖ് എന്താണെന്നെങ്കിലും അറിയണ്ടേ? ഏറ്റവും ചുരുങ്ങിയത് അറിയണ്ടേ? മുഷ്ഫിഖീങ്ങളായിരുന്നു ഞങ്ങൾ എന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കേ, ഈ ആയത്തിൽ നമ്മൾ കേട്ട ആയത്തിൽ 17-ാമത്തെ ആയത്ത് മുതൽ, ഞാൻ എല്ലാ ആയത്തിൻ്റെയും അർത്ഥം പറയണില്ല, ശ്രദ്ധിക്കേ. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഈം,
മുത്തക്കീങ്ങളായ ആൾക്കാർ സ്വർഗത്തിലും സ്വർഗത്തിൻ്റെ സ്വർഗീയ അനുഗ്രഹങ്ങളിലുമായിരിക്കും കേട്ടോ. എന്നിട്ട് ബാക്കി എന്താ, പിന്നത്തെ ആയത്തുകളൊക്കെ ആ സ്വർഗത്തിൽ അവർക്ക് കൊടുക്കുന്ന പഴവർഗ്ഗങ്ങൾ, അവർക്ക് കിട്ടുന്ന മാംസങ്ങൾ, അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ, അത് തിന്നാൻ വേണ്ടി പറയുന്നത്, അവർക്ക് ഹൂറിലിങ്ങളെ കല്യാണം കഴിച്ച് കൊടുക്കുന്നതൊക്കെ പറയാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ് സ്വർഗത്തിൽ അവരുടെ കൂടെ അപ്പുറത്ത് പോലെ മക്കളും കുടുംബമൊക്കെ ഉണ്ടാവും. സ്വർഗത്തിൽ അവരുടെ കൂടെ അപ്പുറത്ത് മക്കളും കുടുംബം. ഏത് മക്കൾ? എല്ലാ മക്കളും ഉണ്ടാവില്ല, എല്ലാ കുടുംബം ഉണ്ടാകില്ല. ഈമാനിൽ അവർ ആരൊക്കെ തുടർത്തി കൊണ്ടുവന്നോ ആ ആൾക്കാരൊക്കെ ഉണ്ടാകും. ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങളുടെ വന്നിട്ട് 25 സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം 25-ാമത്തെ ആയത്ത് കേട്ടോളേ, വായിക്കേ. വഅഖ്ബല ബഅ്ദുഹും അലാ ബഅ്ദി, അവരിങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനെ മുഖാമുഖം ഇരിക്കും. എങ്ങനെ എത്തസാല, അവരിങ്ങനെ പലതും ചോദിച്ചും പറഞ്ഞു സ്വർഗത്തിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. ഈ വർത്താനം പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ കാലു അവർ പറയും, എന്താ പറയുക? ഇന്നാ കുന്ന കബിൽ, മുമ്പ് ഞങ്ങളായിരുന്നു, ഫി അഹ്ലിന, ഞങ്ങളെ കുടുംബത്തിൽ, ഞങ്ങളെ വീട്ടിൽ, ഞങ്ങളെ നാട്ടിൽ, ഞങ്ങൾ അഹ്ലുകാരുടെ കൂടെ ഞങ്ങൾ ആരായിരുന്നു? മുഷ്ഫിഖീൻ. ആരായിരുന്നു ഞങ്ങൾ? മുഷ്ഫിഖീങ്ങളായിരുന്നു. ഇത് സ്വർഗത്തിലെത്തിയ ആൾക്കാർ പറയുന്നല്ലേ അല്ലേ? അപ്പം സ്വർഗത്തിൽ നമ്മൾ സ്വർഗം ആഗ്രഹിക്കുന്ന ആൾക്കാർ സ്വർഗത്തിലെത്തിയാൽ ഞങ്ങൾ മുഷ്ഫിഖീങ്ങളായിരുന്നു എന്ന് സ്വർഗത്തിൽ വെച്ച് പറയണമെങ്കിൽ ഇവിടുന്ന് ഇത് പഠിക്കണ്ടേ? ഇവിടുന്ന് മുഷ്ഫിഖ് ആരാന്ന് അറിയാത്തവന് മുഷ്ഫിഖ് എന്നുള്ള വാക്കന്നെ അവൻ കേട്ടിട്ടില്ല. അങ്ങനെ കേൾക്കാത്തവന് സ്വർഗത്തിൽ ഇത് ഇരുന്ന് പറയാൻ വല്ല അർഹത ഉണ്ടാവുമോ? ഇല്ല. ഇനി ബാക്കി കേൾക്കി. ഫമന്നല്ലാഹു അലൈന, അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിച്ചു. വക്കാന അദാബ സമൂം, ഈ രോമകൂപങ്ങളിലേക്ക് തുളച്ച് കയറുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി. ഇന്നാ കുന്ന മിൻ കബിൽ നദോ, ഞങ്ങൾ മുമ്പ് ഇത് ദ്വാരുന്നിരുന്നു അള്ളാഹിനോട്. ഏത്? ഞങ്ങൾക്ക് പടച്ചോനെ സ്വർഗം അനുഗ്രഹമായി കൊണ്ട പടച്ചോനെ, രോമകൂപങ്ങളിലേക്ക് തുളച്ച് കയറുന്ന ശിക്ഷയിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തി പടച്ചോനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. എവിടെ വെച്ച്? ദുനിയാവിൽ വെച്ച്. ഇന്നഹു ഹുവൽ ബർറു റഹീം, തീർച്ചയായും അള്ളാഹു അവൻ ബർറും റഹീമുമാണ്, അങ്ങേയറ്റം പുണ്യം ചെയ്യുന്നവനും കാരുണ്യവാനുമാണ് എന്ന് ദുനിയാവിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. ഈ ആയത്ത് ഓതിയിട്ട് ആയിഷ റളിയല്ലാഹു തആല അന്ന പൊട്ടിക്കരയാ. അല്ലാഹുമ്മ മുന്ന അലൈന വകാന അദാബ സമൂം ഇന്നക അൻതൽ ബർറു റഹീം. അതാണ് ആ പ്രാർത്ഥന. ആ പ്രാർത്ഥന മരിക്കണ മുമ്പ് ദുനിയാവിൽ വെച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നു ഞങ്ങൾ എന്നാണ്. ഈ ആയത്ത് ഓതിയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാണില്ല. ഈ ആയത്തിൽ അള്ളാഹ് പറഞ്ഞ സ്വർഗത്തിലെത്തിയ ആൾക്കാർ പറയും ഈ പ്രാർത്ഥന ഞങ്ങൾ ദുനിയാവിൽ വെച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്ന്. ആ പ്രാർത്ഥന ആയിഷ റളിയല്ലാഹു തആല അന്നെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് നിസ്കാരത്തിൽ. ആ പ്രാർത്ഥനയാണ് ഈ ആയത്തിലുള്ളത്. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് പ്രാർത്ഥിക്കാത്ത നമ്മൾ, ഈ പ്രാർത്ഥനയെ പറ്റി വിവരമില്ലാത്ത നമ്മൾ സ്വർഗത്തിലെത്തി ഇത് പറയാൻ നമുക്ക് സാധിക്കോ ഇല്ല എന്നാണ് ഞാൻ ചോദിക്കണത്. അപ്പം ഈ പ്രാർത്ഥന പഠിച്ചു വെച്ചാളേ. അല്ലാഹുമ്മ മുന്ന അലൈന, എഴുതിക്കൊള്ളി. അല്ലാഹുമ്മ മുന്ന അലൈന വഖിന അദാബ സമൂം. ബോർഡുമേൽ എഴുതാൻ പേനുണ്ട അവിടെ? എടുക്കേ, ഞാൻ ഈ ബോർഡുമേൽ എഴുതി കൊടുക്കുക. അല്ലാഹുമ്മ മുന്ന അലൈന വഖിന അദാബ സമൂം. അല്ലാഹുമ്മ മുന്ന അലൈന, അല്ലാഹുമ്മ മുന്ന അലൈന, മുന്ന അലൈന. അതാണ് മന്നല്ലാഹു അലൈന എന്ന് പറഞ്ഞാൽ. അത് മുന്ന അലൈന എന്ന് ചോദിച്ചപ്പോഴാണ് മന്നല്ലാഹു അലൈന എന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞത്. അല്ലാഹുമ്മ മുന്ന അലൈന വഖിന അദാബ സമൂം. വഖിന ഞങ്ങളെ കാക്ക് പടച്ചോനെ. അദാബ സമൂം,
അദാബസ്സമൂമിൽ നിന്ന് കാക്ക് പടച്ചോനെ. അദാബസ്സമൂം എന്ന് പറഞ്ഞാൽ രോമകൂപങ്ങളിലേക്ക് തുളച്ച് കയറുന്ന നരകാഗ്നിയുടെ ശിക്ഷ, അതാണ് അദാബസ്സമൂം. വക്കിന അദാബസ്സമൂം ഇന്നക്ക 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 അൻതൽ ബർറുർ റഹീം. ഇന്നക്ക അൻത ഇന്നക്ക അൻതൽ ഇന്നക്ക അൻത അൽ ബർറുർ റഹീം. ഇന്നക്ക അൻതൽ ബർറുർ റഹീം. ബർറുർ റഹീം എന്ന് ഖുർആനിലുണ്ട്, നോക്കി എഴുതിയാൽ മതി. ഇന്നക്ക അൻതൽ ബർറുർ റഹീം ഏതുണ്ടത്? ഈ സംഭവം പറയുന്ന സഹാബിയോട് ചോദിക്കുന്നുണ്ട്, ഐഷ ബിവി നമ്മളെ ഉമ്മ നിസ്കാരത്തിൽ തന്നെയാണോ ഇത് പ്രാർത്ഥിച്ചതെന്ന്. അപ്പം അദ്ദേഹം പറയുന്നില്ല, അതേ നിസ്കാരത്തിലാണ് പ്രാർത്ഥിച്ചതെന്ന്. ഈ സൂറത്ത് ഓതിയിട്ട് എന്താ ഇപ്പോൾ ഈ സൂറത്തിൽ പറഞ്ഞത്? സ്വർഗത്തിലെത്തിയ ആൾക്കാർ പറയും ഞങ്ങൾ ദുനിയാവിൽ വെച്ച് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നു എന്ന്. ഇവിടുന്ന് ഇത് പഠിക്കാതെ പോകുന്ന പ്രാർത്ഥിക്കാതെ പോകുന്ന ആളുകൾക്ക് സ്വർഗത്തിലെത്തി ഇത് പറയാൻ കഴിയുമോയെന്നാണ് ഞാൻ ചോദിക്കണത്. അപ്പം ഇത് പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണ്. അല്ലാഹുമ്മ മുന്ന അലൈന വഖിന അദാബസ്സമൂം ഇന്നക അൻതൽ ബർറുർ റഹീം. സൂറത്ത് തൂറിലെ ഈ ആയത്തുകൾ ഓതിയിട്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതെന്നാണ്. ആ സ്വഹാബി എന്നും ആയിഷ ബീവിൻ്റെ അടുക്കൽ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ യാത്ര പറയാനൊക്കെ വരും. അങ്ങനെ ഒരിക്കലിങ്ങനെ വന്ന സമയത്ത് അവരിങ്ങനെ ഈ സൂറത്ത് ഓതിയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് അദ്ദേഹം കേട്ടതാണ്. അപ്പോൾ ആ പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ മുന്ന അലൈന വഖിന അദാബസ്സമൂം ഇന്നക അൻതൽ ബർറുർ റഹീം. ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് നമ്മൾ ഈ വായിച്ച ആയത്തിലുള്ളത്. കണ്ടാ? അപ്പോൾ അവർ സ്വർഗത്തിലിരുന്ന് അവർ പറയും ഞങ്ങൾ മരിക്കണ മുമ്പ് ദുനിയാവിൽ ഞങ്ങൾ മുഷ്ഫിക്കീങ്ങൾ ആയിരുന്നു. അന്നേരം മുഷ്ഫിക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് പടച്ചോനെ പറ്റി പറയുമ്പോൾ ഒരു നടുക്കുണ്ടാകുക. എന്താണ്? പടച്ചോനെ കുറിച്ച് പറയുമ്പോൾ ഒരു നടുക്കം, ഒരു ഞെട്ടലുണ്ടാവുക, അതാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഈ ആയത്തുകളൊക്കെ പഠിക്കണം. അപ്പോൾ നമ്മളിത് പഠിക്കും, പടച്ചോനെ ഞാനിപ്പോൾ ഇത് പഠിക്കണ മുമ്പാണ് മരിച്ചു പോയതെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമോ പടച്ചോനെ? കണ്ട ആ ഒരു ബേജാറും ഒരു ഞെട്ടലുമാണ് നമുക്ക് ആവശ്യം. അതാണ് സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു പറയണത്. ശരി, ഇനി ഇങ്ങോട്ട് തന്നെ വരി, മുഅ്മിനൂനിലേക്ക് വരി, അത് തീർക്കട്ടെ. മുഅ്മിനൂനിലേക്ക് തന്നെ വരി. അപ്പം അള്ളാഹു ധാരാളമായി ഖൈറ് കൊടുക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? ഈ 4 വിഭാഗം എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിൽ ഒന്നെന്താണ്? ഇന്നല്ലദീന ഹും മിൻ ഖശ്യത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ. 2
വല്ലദീനഹും ബി ആയാത്തി റബ്ബിഹിം യുഅ്മിനൂൻ, റബ്ബിൻ്റെ ആയാത്തുകളിൽ ശരിക്കും വിശ്വാസമുള്ള ആൾക്കാരാണ്. ഖുർആനിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറയണില്ലേ? അത് വിശ്വാസം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഇത് പഠിക്കണം. 3 വല്ലദീനഹും ബി റബ്ബിഹിം ലാ യുശ്രിക്കൻ, ഒരിക്കലും അവരുടെ റബ്ബിൽ ശിർക്ക് ചെയ്യാത്തവരാണ്. 4 വല്ലദീന യുഅ്തൂന മാ ആതൗവ ഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, ഞങ്ങൾ ഈ സ്വത്തും മുതലൊക്കെ ഇട്ടേച്ചിട്ട് റബ്ബിൻ്റെ അടുക്കലേക്ക് മടങ്ങി പോകേണ്ട ആൾക്കാരാണ് എന്ന നടുക്കത്തോടു കൂടി അള്ളാഹു അവർക്ക് കൊടുത്തതിൽ നിന്ന് ദാനം ചെയ്യുന്നവരാണ്. ഈ 4 ഗുണം. അല്ലാതെ നിങ്ങൾക്ക് കുറേ സ്വത്തും മുതലൊക്കെ ഉണ്ടായി കുറേ ഹൈറാന്ന് വിചാരിക്കണ്ട. പിന്നെ ഹൈർ ആർക്കാ കിട്ടുക? 1 മുഷ്ഫിക്കീങ്ങളായിരുന്നു. 2 എന്താണ്? റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. 3 എന്താണ്? ഒരിക്കലും ജീവിതത്തിൽ ശിർക്ക് ചെയ്യാത്ത ആൾക്കാർ. 4മത്തത് അള്ളാഹ് കൊടുത്ത മുതൽ ഞങ്ങൾ റബ്ബിൻ്റെ അടുക്കലേക്ക് ഇതൊക്കെ ഇട്ടേച്ച് മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന ചിന്തയാൽ ആ ഒരു നടുക്കത്താൽ അള്ളാഹു തന്നതിൽ നിന്ന് ദാനം ചെയ്യുന്ന ആൾക്കാരാണ്. ഈ 4 ഗുണമുണ്ടോ? വായിക്കേ. ഉലായിക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരാണ് ഖൈറാത്തിൽ മത്സരിക്കുന്നവർ, അവരാണ് അതിൽ മുന്നേറുന്നവർ. ഇത് എന്തിനാപ്പം നമ്മൾ കോട്ട് ചെയ്തത്? ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ, അതിന് ശേഷം പറഞ്ഞത്. അതുകൊണ്ട് ഇതൊക്കെ ഒരു പരടുകയുള്ള സംഗതി എന്ന് ആരും വിചാരിക്കേണ്ട. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണ്. ഒരു അള്ളാഹിനെക്കുറിച്ചുള്ള ഒരു പേടിയും ബേജാറൊക്കെ ഉണ്ടായി ജീവിക്കുക, ഷിർക്ക് ചെയ്യാതിരിക്കുക, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ വിശ്വസിക്കുക, അള്ളാഹ് നമുക്ക് തന്ന ധനത്തിൽ നിന്ന് ചിലവഴിക്കുക. ഇതൊന്നും ഒരിക്കലും ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമല്ല. ലാ യുക്കല്ലിഫുല്ലാ വലാ നുക്കല്ലിഫു നഫ്സൻ ഇല്ലാ വലദൈനാ കിതാബുൻ യൻതിഖു ബിൽ ഹഖ്, നമ്മളെ കയ്യിൽ സത്യം സംസാരിക്കുന്നൊരു ഗ്രന്ഥമുണ്ട്. വഹും ലാ യുദ്ലമൂൻ, ഒരിക്കലും അനീതി കാണിക്കപ്പെടൂല. നമ്മളെ പറ്റിയൊക്കെ കൃത്യമായിട്ട് എല്ലാം നമ്മൾ ആരാണ്, നമ്മളെ സ്വകാര്യവും നമ്മളെ പരസ്യവും ഒക്കെ വ്യക്തമാക്കപ്പെടുന്ന ഒരു രേഖ അള്ളാഹ് പറയും നമ്മളെ കയ്യിലുണ്ടൊരു സാധനം. എങ്ങനെയുണ്ട്? വലദൈനാ കിതാബുൻ, നമ്മുടെ കയ്യിൽ ഒരു ഗ്രന്ഥമുണ്ട്. ഇപ്പം നമ്മളെ ബേജാറാക്കണ 10 ലക്ഷം 12 ലക്ഷം അടച്ചു, എൻ്റെ കയ്യിലൊരു ക്ലിപ്പുണ്ട്, ഞാൻ ഇപ്പോൾ പുറത്ത് വിടും, അല്ലെങ്കിൽ അത് ഞാൻ അതാക്കും, 1 കോടി 2 കോടിയൊക്കെ പറയില്ലേ, ബേജാറാക്കൽ. കണ്ടാ അള്ളാഹ് പറയാണ് എന്തിതാ, എൻ്റെ കയ്യിൽ നിങ്ങളെ ഗ്രന്ഥമുണ്ട്. നിങ്ങൾ ആരാണ്, നിങ്ങളെ സ്വകാര്യം, നിങ്ങളെ പരസ്യം, നിങ്ങളുടെ എല്ലാം വിശദീകരിക്കുന്ന ഗ്രന്ഥം നമ്മളെ കയ്യിലുണ്ട്. ആ ഗ്രന്ഥ സത്യം സംസാരിക്കും. ഓഹും ലാ യുദ്ലമൂൻ, ഒരിക്കലും ഒരാളോടും അനീതി കാണിക്കപ്പെടൂല. ഇതൊക്കെ പറഞ്ഞതാ പറയാം. ബൽ, എന്നാൽ കുലൂബുഹും ഫീ ഗംറത്തിൻ മിൻ ഹാദാ, അവരെ ഹൃദയത്തിൽ ഇതിനെപ്പറ്റിയുള്ള ചിന്തയൊന്നുമില്ല. അവരെ ഹൃദയത്തിൽ അതിനെക്കുറിച്ചൊക്കെ അശ്രദ്ധമാണ്. വലഹും അഅ്മാലും ബിദൂനി ദാലിക, അവർക്ക് ഇതൊന്നും അല്ലാത്ത വേറെ പണിയാണ്. ഹും ലഹ ആമിലൂൻ, അവർ ആ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കിതൊന്നുമല്ല പണി, അവരുടെ ഹൃദയത്തിൽ വേറെ കുറേ ചിന്തകളാണ്. ആ ചിന്തകളാൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റിയൊക്കെ അശ്രദ്ധരാണ്, അവർക്ക് വേറെ പണിയാണ്, ആ പണിയിൽ അവർ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന് വിശദീകരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇനി 4മത്തെ സ്ഥലമുണ്ട്, അത് നമ്മൾ മുമ്പ് പറഞ്ഞ വിഷയം തന്നെയാണ്. സൂറത്ത് ത്വലാഖിൽ, അത് എഴുതിച്ചോളൂ. 65:7 സൂറത്ത് ത്വലാഖിലെ 7-ാമത്തെ ആയത്ത്. അത് ത്വലാഖുമായി ബന്ധപ്പെട്ട് ചിലവിന് കൊടുക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് മുമ്പ് നമ്മൾ വിശദീകരിച്ചതാണ്, അതുകൊണ്ട് ഞാൻ പറയണില്ല. അതുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നിടത്ത് സൂറത്ത് ത്വലാഖിലെ 7-ാമത്തെ ആയത്തിൽ ഇതേപോലെ ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന് പറയുന്നുണ്ട്. ഇനി പഠിക്കാനുള്ളത് എന്താ? ലഹാ മാ കസബത് വഅലൈഹ മക്തസബത്ത്. ഇൻഷാ അല്ലാഹ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാണ്ട് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. പഠിച്ച കാര്യങ്ങൾ മറക്കാതെ നമ്മൾ ഹൃദയത്തിൽ അള്ളാഹു നിലർത്തി തരുമാറാവട്ടെ. അള്ളാഹിൻ്റെ കലാമ് പഠിക്കാനുള്ള ഇഷ്ടവും സ്നേഹവും മരിക്കുന്നത് വരെ അള്ളാഹു നിലർത്തി തരുമാറാവട്ടെ. ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്ന നഷ്ടക്കാരിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.